എടാ ചില സമയത്തൊക്കെ നിന്റെ അച്ഛൻ ഓർമ്മക്കുറവ് ഉണ്ടാവും പറയുന്നതൊക്കെ സത്യമാ. എന്ന് വെച്ച് സ്ഥലകാല ബോധമില്ലാതെ എന്റെ പേര് വിളിച്ച് നടന്നു എന്നൊക്കെ പറഞ്ഞാലേ അത് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. വിഷ്ണു മതി. സത്യമ്മയുടെ ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സത്യമ്മയുടെ മനസ്സ് മുഴുവൻ എന്നോടുള്ള ദേഷ്യ. ഓ പിന്നെ ശത്രുത. എന്റെ രാഘവനോട് നീ ഇപ്പൊ കാണിക്കുന്ന സ്നേഹവും കരുതലും ഒക്കെ വെറും തട്ടിപ്പാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ. കാരണം ഇല്ലെങ്കിൽ ആ ഫുഡ് കോമ്പറ്റീഷനിൽ നീയും നിന്റെ അമ്മയും കൂടി എനിക്കെതിരെ മത്സരിക്കാൻ വരില്ല. അപ്പൊ ഞാൻ തകർന്നു കാണണം. അതല്ലേ നിന്റെ അമ്മയുടെ ഉദ്ദേശം. നീ നോക്കിക്കോ, എന്തു വില കൊടുത്തും ഏത് രീതിയിലാണെങ്കിലും ആ മത്സരത്തിൽ ഞങ്ങൾ 1ാം സ്ഥാനം വാങ്ങിച്ചിരിക്കും. ഇത് സത്യഭാമയാ പറയുന്നത്. വിഷ്ണുട്ടാ, ഞാൻ പോവാ. അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ എന്നെ വിളിക്കണം. അച്ഛാ, അല്ല നീ പോകുന്നില്ലേ? സാധാരണ അവള് പോകുമ്പോ നീയോ അവളുടെ പിന്നാലെ പോകുന്നതാണല്ലോ. അമ്മ എന്തൊക്കെ അമ്മ ഈ വിളിച്ചു പറയുന്നേ? എത്ര പറഞ്ഞാലും കൊണ്ടല്ലേ അമ്മയുടെ സ്വഭാവം മാറാൻ പോകുന്നില്ലല്ലേ? എടാ നിനക്കറിയോ, നിന്നെ പോലെ അവള് ചതിച്ചോണ്ടിരിക്കുക. നീ അത് മനസ്സിലാക്കും എന്റെ കാലം കഴിയുമ്പോ. പക്ഷെ അപ്പോഴേക്കും എന്റെ മകൻ ഇവളുടെ അടിമയായി കഴിഞ്ഞിരിക്കും. എന്റെ അമ്മ ശാലിനി ഇപ്പൊ വന്നത് നമ്മളെ സഹായിക്കാൻ വേണ്ടിട്ടാ. അച്ഛൻ അവിടെ ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞ ശാലിനി തന്നെയല്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ചെയ്യിക്കുന്നത് ഇവൾ ഒറ്റ ഒരുത്തിയാണെന്ന്. ദേ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? വായിന്ന് എന്തൊക്കെയാ വീഴുന്നെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുക. അച്ഛാ വന്നേ. വിഷ്ണു, നിനക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം കൂടി ഞാൻ പറയാം. രാഘവന്റെ അസുഖം ഭേദമാക്കാനാ ഞാൻ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത്. പക്ഷേ അത് തകർക്കാനാ അവളും അവളുടെ അമ്മയും കൂടി നോക്കുന്നത്. ഇല്ലെങ്കിൽ എനിക്കെതിരെ അവളും അവളുടെ അമ്മയും കൂടി മത്സരിക്കാൻ വരുമോ? അമ്മ ഇതൊരു മത്സരമാണ്. അപ്പൊ അമ്മ പങ്കെടുക്കുന്ന പോലെ അവരും പങ്കെടുക്കണോ? അത്രേ ഉള്ളൂ. അങ്ങനെ കണ്ടാ മതി. ഇതാ ഞാൻ പറഞ്ഞത്, നീ അവളുടെ അടിമയാണെന്ന്. എടാ അവള് കാണിക്കുന്ന ഈ സ്നേഹമൊക്കെ വെറും തട്ടിപ്പാടാ. അത് മനസ്സിലാക്കാനുള്ള ബോധവും വിവരം ഒന്നും നിനക്കില്ല. കാരണം നീ ഇപ്പൊ അവള് പറയുന്നത് കേട്ട് കഴിയുന്നവനാ. നിന്നെ പറ്റിക്കുന്ന പോലെ എന്നെ പറ്റിക്കാൻ പറ്റില്ല. അതിന് ഈ സത്യഭാമ നിന്ന് കൊടുക്കുകയില്ലടാ. ഓഹ് എന്റെ അമ്മ.